ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം ബേസിക് സയൻസിലെ ഒന്നാമത്തെ പാഠഭാഗമാണ് നോക്കുന്നത്. അപ്പോൾ ഇതാണ് ബേസിക് സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. ഭാഗം 1 പാർട്ട് 1 ആണിത്. പാർട്ട് 1ൽ നമുക്ക് പ്രധാനമായിട്ടും 5 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് 1 ആഹാരത്തിലൂടെ ആരോഗ്യം, രണ്ടാമത്തേത് കാന്തിക ലോകത്തെ അത്ഭുതം, മൂന്നാമത്തേത് നിവർന്നു നിൽക്കാം, നാലാമത്തേത് പൂക്കാം കായ്ക്കാം, അഞ്ചാമത്തേത് പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ. ഈ 5 പാഠഭാഗങ്ങളാണ് ഒന്നാമത്തെ പാർട്ടിൽ വരുന്നത്. അപ്പോൾ ഇതിലെ ഒന്നാമത്തെ പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്, ആഹാരത്തിലൂടെ ആരോഗ്യം എന്നുള്ളത്. നമുക്കറിയാം, ആഹാരം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അല്ലേ. കാരണം ശരിയായിട്ടുള്ള ആഹാരം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോൾ ഇവിടെ നോക്കൂ, ഒരു ഡോക്ടർ അടുത്ത് വന്നിരിക്കുകയാണ്, ഒരു അമ്മയും കുട്ടിയും കൂടെ. അപ്പോൾ അമ്മ പറയാണ്, ഡോക്ടർ, മോൾക്ക് ഭാരക്കുറവുണ്ടോ എന്നൊരു സംശയം. അവൾ ആഹാരം വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ, എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറയാണ്, ചെറിയ ഭാരക്കുറവൊന്നും പ്രശ്നമായി എടുക്കേണ്ടതില്ല, വളരുന്ന പ്രായമല്ലേ, കുറച്ചു കഴിയുമ്പോൾ ശരിയാവും, എങ്കിലും ആവശ്യത്തിന് പോഷകാഹാരം ഉറപ്പുവരുത്തണം. അപ്പോൾ ഒരു കുട്ടി അല്ലെങ്കിൽ നമ്മൾ ഇത്തിരി വെയിറ്റ് കുറഞ്ഞെന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്താണ്, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷ്യൻസ് ഒക്കെ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്. അമ്മയും ഡോക്ടറും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചില്ലേ? നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇത്തരം അനുഭവം ഉണ്ടായിട്ടുണ്ടാകുമല്ലോ. എന്താണ് പോഷകാഹാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നിങ്ങളുടെ ഊഹം എഴുതുക. പോഷകാഹാരം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള ഭക്ഷണത്തെയാണ് നമ്മൾ പോഷകാഹാരം എന്ന് പറയുന്നത്. വൈവിധ്യമാർന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടല്ലോ. പാകം ചെയ്യുന്നതും അല്ലാത്തതുമായ വ്യത്യസ്ത തരം ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ ആഹാരമാക്കുന്നു. നാം സാധാരണയായി ഉപയോഗിക്കുന്ന ചില ഭക്ഷ്യവസ്തുക്കളുടെ ചിത്രങ്ങൾ നിരീക്ഷിക്കാം. താഴെ നോക്കൂ, ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ഭക്ഷ്യവസ്തുക്കളാണ്. ഇതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് ഇതെന്താണ്? ധാന്യമാണ്. ഇത് രണ്ടാമത്തേത് പഴങ്ങളാണ്. 3 പച്ചക്കറിയാണ്. നാലാമത്തേത് പയറുവർഗ്ഗങ്ങളാണ്. ഇത് ഇലക്കറികളാണ്. അപ്പോൾ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ധാന്യങ്ങൾ എന്ന് കൊടുത്തിട്ടുണ്ട്. പഴങ്ങൾ ഇവിടെ എഴുതുക, പച്ചക്കറികൾ എഴുതുക, ഇലക്കറികളും നിങ്ങളവിടെ എഴുതി കൊടുക്കുക. ഇനി ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാമാണ്? ഇഷ്ടമില്ലാത്തവയുണ്ടോ? എന്തുകൊണ്ട്? അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരിക്കും അല്ലെ, ഇഷ്ടമില്ലാത്തത് ഉണ്ടായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് ഇഷ്ടമില്ലാത്തത് എന്നുള്ളത് നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യുക ക്ലാസ്സിൽ. ഒരു ദിവസം സാധാരണ കഴിക്കാറുള്ള ഭക്ഷണം പട്ടികപ്പെടുത്തു. നമ്മൾ സാധാരണയായിട്ട് പ്രഭാത ഭക്ഷണം അഥവാ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത് ഇഡ്ഡലി, ദോശ, പുട്ട്, അപ്പം, ചപ്പാത്തി, ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടും കഴിക്കാറുള്ളത്. ഇനി ഉച്ചഭക്ഷണം ലഞ്ചിന് കഴിക്കാറുള്ളത് ചോറ്, ബിരിയാണി, ഇറച്ചി, മീൻ, പച്ചക്കറികൾ, ഇതൊക്കെയാണ് കഴിക്കാറുള്ളത്. രാത്രിയാണെങ്കിൽ ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി, ഇതൊക്കെയാണ് സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇഷ്ടമുള്ള ആഹാര പദാർത്ഥങ്ങൾ മാത്രമാണോ നാം കഴിക്കേണ്ടത്? താഴെ കൊടുത്തിരിക്കുന്ന സംഭാഷണങ്ങൾ ശ്രദ്ധിക്കൂ. ഇവിടെ എന്താണ്, ഒരു കുട്ടി പറയുകയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അപ്പവും കടലക്കറിയുമാണെന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റൊരാൾ പറയാണ്, എനിക്കിഷ്ടം പുട്ടും പഴവുമാണ്. അപ്പോൾ അടുത്ത ആൾ പറയാണ്, ഞാൻ ദിവസവും നൂഡിൽസ് കഴിക്കാറുണ്ട്, അമ്മ എനിക്ക് എന്നും നൂഡിൽസ് ഉണ്ടാക്കി തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ 3 പേരും പറയുന്നത് വ്യത്യസ്ത രീതിയിലാണല്ലേ. ഈ 3 പേരുടെയും വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ഇവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥം മാത്രം മതിയാകുമോ? ഇപ്പോൾ ഇവിടെ അപ്പും കടലക്കറി ഉള്ള ആൾക്ക് അപ്പും കടലക്കറി മാത്രം കഴിച്ചാൽ മതിയോ? അല്ല. അതുപോലെ പുട്ടും പഴം മാത്രം കഴിച്ചാൽ മതിയോ? പോരാ. നൂഡിൽസ് എന്നും കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല. ഓക്കെ, ഇനി ആഹാരം എന്തിനാണ് നമ്മൾ കഴിക്കുന്നത്? നാം എന്തിനാണ് ആഹാരം കഴിക്കുന്നത്? നമുക്ക് ഊർജ്ജം ലഭിക്കാനും നമുക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ ലഭിക്കാനും വേണ്ടിയാണ്. ആഹാരത്തിൽ നിന്ന് എന്താണ് ലഭിക്കുന്നത്? ആഹാരത്തിൽ നിന്ന് നമുക്ക് ഊർജ്ജം ലഭിക്കുന്നുണ്ട് അല്ലേ. അപ്പം എന്തൊക്കെയാണെന്ന് ഇവിടെ നോക്കൂ. നമ്മുടെ ആരോഗ്യം, നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം നൽകുന്നത് ആഹാരമാണ്. നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും ആവശ്യമായ ഘടകങ്ങളാണ് പോഷകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, പോഷകങ്ങൾ ഇവ നമുക്ക് ലഭിക്കുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നാണ്. ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷകങ്ങളാണ് കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീന്, അതുപോലെ തന്നെ കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ തുടങ്ങിയവ. ജലം ഒരു പോഷക ഘടകമല്ലെങ്കിലും ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട ഒരു പദാർത്ഥമാണിത്. ഭക്ഷ്യവസ്തുക്കളിൽ കാണുന്ന നാരുകളും അഥവാ ഫൈബേഴ്സ് ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. എല്ലാ ആഹാരത്തിനും എല്ലാ പോഷക ഘടകങ്ങളും മതിയായ അളവിൽ ഉണ്ടാകണമെന്നില്ല. അതിനാൽ നാം പലതരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ ആഹാര പദാർത്ഥങ്ങൾ തയ്യാറാക്കി കഴിക്കുന്നു. നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളുടെ അളവ്, കഴിക്കുന്ന സമയം, വൈവിധ്യം, ഗുണമേന്മ എന്നിവ നമ്മുടെ ആരോഗ്യത്തെ
സ്വാധീനിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഭക്ഷണത്തിൽ നിന്ന് എന്തൊക്കെയാണ് കിട്ടുന്നത് എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? പ്രധാനമായിട്ടും കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ, ഇതൊക്കെയാണ് നമുക്ക് ഭക്ഷണത്തിൽ നിന്നും ലഭിക്കുന്നത്. ഇനി കുറിപ്പ് വായിച്ചല്ലോ. താഴെ നൽകിയിരിക്കുന്ന സൂചകങ്ങൾ ഉപയോഗിച്ച് കുറിപ്പ് വിശകലനം ചെയ്യുക. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട പോഷക ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഏതൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്? കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീനുകൾ, കൊഴുപ്പ്, വിറ്റാമിന്, ധാതുക്കൾ. രണ്ടാമത്തെ ചോദ്യം വിവിധ തരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് ആഹാരം തയ്യാറാക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്? നമ്മൾ പറഞ്ഞു വിവിധ തരം ഭക്ഷ്യവസ്തുക്കൾ ഇട്ടാൽ മാത്രമേ ഒന്നാമത് ഭക്ഷണത്തിന് രുചി ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ പോഷകങ്ങൾ അടങ്ങിയ സമീകൃതാഹാരം ശരീരത്തിന് ആവശ്യമായതെല്ലാം നൽകുകയും ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ചോദ്യമാണ് നാം എന്തിനാണ് പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നത്? ഒന്ന്, നമുക്ക് രോഗങ്ങളെ തടയാനും അതുപോലെ തന്നെ വളർച്ചയ്ക്കും ശാരീരിക പ്രവർത്തനങ്ങൾക്കും നമുക്ക് എന്ത് വേണം? ഊർജ്ജം വേണം അല്ലേ? അപ്പോൾ നമ്മളൊരു ഓടാൻ പോവുകയാണ്, അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുകയാണ്, നമ്മൾ ഭക്ഷണം ഒന്നും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വളരെ ടയേർഡ് ആവും അല്ലേ? നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ മാത്രമേ നമുക്കത് ചെയ്യാനുള്ള ഊർജ്ജം കിട്ടുകയുള്ളൂ. ഇനി കണ്ടെത്തിയ വിവരങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഒന്ന്, ഊർജ്ജം ലഭിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. വിശപ്പ് മാറ്റാനും രുചി ആസ്വദിക്കാനും വേണ്ടി മാത്രമാണോ നാം ആഹാരം കഴിക്കുന്നത്? ഒരു ദിവസം നിങ്ങൾ എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്? ഇവിടെ ചിത്രം നോക്കൂ. നമ്മൾ ഒരുപാട് കളിക്കുന്നുണ്ട്, ബലൂൺ കൊണ്ട് കളിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം നമുക്ക് എന്ത് വേണം? ഊർജ്ജം ആവശ്യമാണ്. ഇവയ്ക്കെല്ലാം ഒരേപോലെ ഊർജ്ജം മതിയോ? അപ്പോൾ നമ്മൾ വായിക്കാൻ എടുക്കുന്ന ഊർജ്ജം മതിയോ ഫുട്ബോൾ കളിക്കാൻ? അല്ല, ഓരോന്നിനും അതിൻ്റെതായ ഊർജ്ജത്തിൽ വ്യത്യാസമുണ്ടായിരിക്കും. അപ്പോൾ ഊർജ്ജം ലഭിക്കുന്നത് എവിടെയൊക്കെയാണെന്ന് നമുക്ക് പറഞ്ഞു. ഒന്നാമത്തേത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം പ്രധാനമായും ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ എന്നീ വിവിധ രൂപങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ കാണപ്പെടുന്നു. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് അന്നജമാണ്. ഓക്കെ, അപ്പോൾ കാർബോഹൈഡ്രേറ്റിൽ നിന്ന് പ്രധാനമായിട്ടും നമുക്ക് കിട്ടുന്നത് എന്താണ്? ഊർജ്ജമാണ്. ഓക്കെ, അപ്പോൾ അതിന് അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ എന്നീ വിവിധ രൂപങ്ങളിലാണ് കാർബോഹൈഡ്രേറ്റുകൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ധാന്യങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് കൂടുതൽ അന്നജം കിട്ടും. നമുക്ക് ആവശ്യമായ ഊർജ്ജം ലഭിക്കണമെങ്കിൽ കഴിക്കുന്ന ആഹാരത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തേണ്ട ഭക്ഷ്യവസ്തുക്കൾ എന്തെല്ലാമാണ്? എന്തൊക്കെയാണ്? ധാന്യങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, വിത്തുകൾ, ഇലക്കറികൾ, പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തണം. ഇനി ഒരു കുട്ടി പറയാണ്, ഞാൻ എന്നും പാൽ കുടിക്കാറുണ്ട്, പാലിൽ നിന്ന് അന്നജം ലഭിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും അന്നജം ഉണ്ടോ എന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കേണ്ടത്. അപ്പം അന്നജം ഉണ്ട്, എല്ലാത്തിലും അന്നജമില്ല, ഓരോന്നിനും ഓരോ തരത്തിലാണ് ഉള്ളത്. നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ അന്നജം ഉണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്താം? എങ്ങനെയാണ്? അതിനാണ് നമ്മൾ അയഡിൻ ടെസ്റ്റിൽ ചെയ്യുന്നത്. അതിന് ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ ടെസ്റ്റ് ട്യൂബ് ഉണ്ടായിരിക്കണം, പാല്, നേർപ്പിച്ച അയഡിൻ ലായനി, കഞ്ഞിവെള്ളം, ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുക്കുക. എന്നിട്ട് അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? 2 ടെസ്റ്റ് ട്യൂബ് എടുക്കുക. അതിൽ ഒന്നിൽ അല്പം പാലും രണ്ടാമത്തേതിൽ അല്പം കഞ്ഞിവെള്ളവും എടുക്കുക. ഓരോന്നിനും 2-3 തുള്ളി അയഡിൻ ലായനി ചേർക്കുക. അയഡിൻ ലായനി ചേർത്തപ്പോൾ 2 ടെസ്റ്റ് ട്യൂബിലുമുള്ള ദ്രാവകത്തിൽ നിറത്തിൽ വന്ന മാറ്റം നിരീക്ഷിക്കുക. നിങ്ങൾ കഴിക്കുന്ന മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ഈ പരീക്ഷണം ആവർത്തിച്ച് നോക്കുക. എന്നിട്ട് അത് ഇതിൽ എഴുതുക. അപ്പോൾ നമ്മൾ ഉരുളൻകിഴങ്ങ് എടുത്തിട്ട് അയഡിൻ ലായനി ചേർക്കുമ്പോൾ അതിലെന്താണ്? ഇരുണ്ട നീല നിറം കാണാൻ വേണ്ടി പറ്റും. ഇനി വെള്ളരിയിൽ നോക്കുമ്പോൾ അവിടെ ഇരുണ്ട നീല നിറം കാണാൻ വേണ്ടി പറ്റില്ല. മൈദയിൽ ഇരുണ്ട നീല നിറം കാണാൻ വേണ്ടി പറ്റും. മുട്ടയുടെ വെള്ളയിൽ ഇരുണ്ട നീല നിറം കാണാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അന്നജം അയഡിനുമായി ചേരുമ്പോൾ ഇരുണ്ട നീല നിറം ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ അന്നജത്തിൻ്റെ അളവിനനുസരിച്ച് നീല നിറത്തിൽ എന്താണ്? വ്യത്യാസം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അന്നജം മനസ്സിലാക്കാൻ ഇത്രയേ ചെയ്യേണ്ടുള്ളൂ. അയഡിൻ ലായനി ചേർത്ത് കഴിഞ്ഞാൽ നീല നിറമാകുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. നിങ്ങൾ പരിശോധിച്ച ഭക്ഷ്യവസ്തുക്കളിൽ ഏതിലെല്ലാമാണ് അന്നജം കൂടുതലായി ഉള്ളതെന്ന് അയഡിൻ ലായനി ചേർത്തപ്പോഴുണ്ടായ നിറത്തിൻ്റെ കാഠിന്യം നിരീക്ഷിച്ച് കണ്ടെത്തും. നിങ്ങൾ സാധാരണ കഴിക്കുന്ന ആഹാരം നേരത്തെ പട്ടികപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പട്ടിക വിശകലനം ചെയ്ത് അന്നജമുള്ള ആഹാര വസ്തുക്കളാണോ നിങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് മില്ലറ്റ്സ് എന്ന് കൂട്ടുകാർ കേട്ടിട്ടുണ്ടാവും. മില്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ ചെറുധാന്യങ്ങളെയാണ് നമ്മൾ മില്ലറ്റ്സ് എന്ന് പറയുന്നത്.
പുല്ലുവർഗത്തിൽപ്പെട്ട വിളകളാണ് ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ. അരി, ഗോതമ്പ് എന്നിവയെ അപേക്ഷിച്ച് വളരെ ഉയർന്ന തോതിലുള്ള പ്രോട്ടീന്, വിറ്റാമിന്, ധാതുക്കള് എന്നിവ ഇവയിലുണ്ട്. നാരുകളാൽ സമ്പന്നമായ ചെറുധാന്യങ്ങൾ ദഹന പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. മുൻകാലങ്ങളിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമുള്ള ഭക്ഷണമായിട്ടാണ് ഉപയോഗിച്ചു വന്നിരുന്നത്. ഇവയുടെ പോഷകമൂല്യം മനസ്സിലാക്കിയതോട് കൂടിയിട്ട് മനുഷ്യരും ആഹാരമായി ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമായിട്ടും രാഗി, ബജ്റ, തിന, ചോളം, ചാമ തുടങ്ങിയവ ഈ വിഭാഗത്തിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ മില്ലറ്റ്സ് ആണ്. മില്ലറ്റ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ദോശയൊക്കെ ഇപ്പോൾ ഉണ്ടാക്കാറുണ്ട്. പണ്ടൊന്നും നമ്മൾ ഉണ്ടാക്കിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോഷക ഗുണങ്ങൾ ഇതിനാണെന്ന് നമ്മൾ മനസ്സിലാക്കിയതോട് കൂടിയിട്ടാണ് നമ്മൾ മില്ലറ്റൊക്കെ കഴിക്കാൻ വേണ്ടി തുടങ്ങിയത്. ഇനി വളർച്ചയ്ക്ക് പിന്നിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. നമ്മുടെ ആഹാരത്തിൽ കാർബോഹൈഡ്രേറ്റ് മാത്രം ഉൾപ്പെടുത്തിയാൽ മതിയോ? നമുക്ക് കാർബോഹൈഡ്രേറ്റ് മാത്രം മതി, വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? പറ്റില്ല. നമ്മുടെ ശരീരത്തിന് കാർബോ മാത്രമല്ല വേണ്ടത്, ബാക്കിയുള്ളതും വേണം. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, മിനറൽസ്, അതുപോലെ തന്നെ പ്രോട്ടീന്, ഫാറ്റ്, ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. എന്നാൽ മാത്രമേ നമ്മുടെ ശരീരം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയും ശരിയായ ആരോഗ്യനില ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുത്തൊന്നാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കൊരു അമ്മ പറയാണ്, ഒന്നും ചെയ്യാൻ മോന് ഉഷാറില്ല, എപ്പോഴും നല്ല ക്ഷീണമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഡോക്ടർ പറയാണ്, കുട്ടിക്ക് വളർച്ച കുറവുണ്ട്. മുട്ട, ചെറുപയർ, നിലക്കടല, മത്സ്യം, പാല് തുടങ്ങിയ ആഹാരങ്ങൾ ധാരാളമായിട്ട് നൽകണം എന്ന് പറയാണ്. അപ്പോൾ കുട്ടിയുടെ അമ്മയോട് ഡോക്ടർ പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? ഡോക്ടർ ഇങ്ങനെ പറയാൻ കാരണം എന്തായിരിക്കും? അവന് പ്രോട്ടീന് കുറവാണ്, അതുകൊണ്ടാണ് അവനക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുക്കണം എന്ന് പറയുന്നത്. സ്കൂളിലെ ആരോഗ്യ ക്ലബ്ബ് സംഘടിപ്പിച്ച പരിപാടിയിൽ ഡയറ്റീഷ്യൻ നൽകിയ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അഥവാ ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇവിടെ പേശികൾ, തലമുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീന് ആവശ്യമാണ്. കൂടാതെ ഇവ ഊർജവും പ്രദാനം ചെയ്യുന്നു. പ്രോട്ടീൻ്റെ കുറവ് മൂലം ക്വാഷിയോർക്കർ, മരാസ്മസ് എന്നീ രോഗങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ 2 രോഗങ്ങളുടെ പേര് കൂട്ടുകാർ ശ്രദ്ധിച്ചു വെക്കുക. ഓക്കെ, കോഷിയോർക്കർ അതുപോലെ തന്നെ മരാസ്മസ് എന്നീ രോഗങ്ങളാണ് പ്രോട്ടീൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്നത്. ഇനി പ്രോട്ടീൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി അല്ലേ? പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കി. ഇനി പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളുടെ ചിത്രങ്ങളാണ് താഴെ തന്നിട്ടുള്ളവയുടെ ഒരു പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ എന്താണ്? ഇത് ചെറുപയറാണ്, ഇത് പനീറാണ്, ഇത് കശുവണ്ടിയാണ്, ഇത് കപ്പലണ്ടിയാണ്, മാംസം, മത്സ്യം, മുട്ട, പാല്. ഓക്കെ, ഇതൊക്കെ എന്താണ്? പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ഇവയിൽ ഏതെല്ലാം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൽ ഇതൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്താറുണ്ടോ എന്നുള്ളതും കൂടെ നിങ്ങൾ നോക്കണം. അതിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാഠഭാഗം പഠിക്കുന്നത്. നിങ്ങളിൽ സസ്യാഹാരം മാത്രം കഴിക്കുന്നവർ ഉണ്ടാവുമല്ലോ അല്ലേ? ചിലർ എന്താണ് ഇറച്ചി മീനൊന്നും കഴിക്കില്ല, അവർ വെജ് മാത്രം കഴിക്കുന്ന ആളുകളായിരിക്കും. ആ പ്രോട്ടീൻ്റെ കുറവ് ഉണ്ടാകാതിരിക്കാൻ ആഹാരത്തിൽ ഏതെല്ലാം പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തണം? അപ്പോൾ എന്ത് ചെയ്യണം? അത്തരം ആളുകൾ പനീറൊക്കെ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി അടുത്തതെന്ന് പറയുന്നത് ഫാറ്റ് അഥവാ കൊഴുപ്പിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എന്നിവയെ പോലെ കൊഴുപ്പും നമുക്ക് ആവശ്യമാണ്. ഒരേ അളവിൽ കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും എടുത്താൽ ഏറ്റവും കൂടുതൽ ഊർജ്ജം ലഭിക്കുന്നത് ഇവിടെ നിന്നാണ്? കൊഴുപ്പിൽ നിന്നാണ് ലഭിക്കുന്നത്. നാം കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ കൊഴുപ്പുണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്താം? നിങ്ങളുടെ ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുന്നുണ്ടോ എന്നറിയാൻ ഒരു പ്രവർത്തനം ചെയ്തു നോക്കുക. എന്ത് ചെയ്യുക? ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് അതിൽ ഒരു തുള്ളി എണ്ണ ഒഴിക്കുക. എന്നിട്ട് പേപ്പർ നിരീക്ഷിച്ചു നോക്കുക. ഇതുപോലെ ഒരു പേപ്പറിൽ നെയ്യും ഒഴിച്ചു നോക്കുക. അപ്പോൾ എണ്ണയും നെയ്യും പേപ്പറിൽ ഒഴിച്ചപ്പോൾ ഉണ്ടായ മാറ്റം എന്താണ്? അതിങ്ങനെ പരക്കുന്നതായിട്ട് നമുക്ക് തോന്നാം അല്ലേ? എണ്ണയും കൊഴുപ്പൊക്കെ പേപ്പറിലായി കഴിഞ്ഞാൽ അത് പരക്കും. നമ്മൾ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ പേപ്പറിൽ വെക്കുമല്ലേ? അപ്പോൾ ആ എണ്ണ പേപ്പറിൽ പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം അതേപോലെ തന്നെ ഇവിടെ പട്ടിക തന്നിട്ടുണ്ട്. ചിപ്സ്, പച്ചവാഴക്ക, ചതച്ച എള്ള്, ഉണങ്ങിയ തേങ്ങ, ചതച്ച നിലക്കടല. ഇതെടുത്തിട്ട് ഇതേപോലെ നോക്കുക. എന്നിട്ട് അത് എണ്ണ ആവുന്നുണ്ടോ എന്നുള്ള നിരീക്ഷണ ഫലം നിങ്ങളവിടെ എഴുതി നോക്കുക. നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങളാണ്, അപ്പോൾ നിങ്ങളത് ചെയ്തു നോക്കുക. ഇനി അടുത്തത് നിങ്ങൾക്കറിയാവുന്ന കൊഴുപ്പടങ്ങിയ മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളുടെ പേരെഴുതുക. എന്തൊക്കെയാണ്? ലിസ്റ്റിൽ എണ്ണ, നെയ്യ്, മാംസം, മുട്ട, തേങ്ങ, എള്ള്, കടുക്, നിലക്കടല, പാല്, വെണ്ണ തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ. സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും നമുക്ക് കൊഴുപ്പ് ലഭിക്കാറുണ്ട്. അപ്പോൾ താഴെ കൊടുത്ത ചിത്രം നോക്കൂ. ഒന്നാമത്തെ എന്താണ്? വെളിച്ചെണ്ണയാണ്. രണ്ടാമത്തേത് നെയ്യാണ്. അടുത്തത് ഒമേഗയാണ്. ഓക്കെ, ഒമേഗ മെഡിസിനാണ്. ഇനി ചീസാണ് തന്നിട്ടുള്ളത്. ലാസ്റ്റ് തന്നിട്ടുള്ളത് സൂര്യകാന്തി ഓയിലാണ്. ഓക്കെ,
അടുത്ത നോക്കൂ, ഇവയെ സസ്യജന്യ കൊഴുപ്പുകൾ, ജന്തുജന്യ കൊഴുപ്പുകൾ എന്നിങ്ങനെ തിരിച്ചെഴുതുക. സസ്യജന്യ കൊഴുപ്പുകൾ ഏതൊക്കെയാണ്? ഒന്ന് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ എന്ന് പറയുന്നത് സസ്യത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതുപോലെ സൂര്യകാന്തി ഓയിലും സസ്യത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഒലീവ് ഓയിലും സസ്യത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. ജന്തുജന്യ കൊഴുപ്പുകൾ മത്സ്യ എണ്ണ, നെയ്യ്, ചീസ്, പനീർ ഇവയൊക്കെയാണ്. ഇനി പച്ചക്കറി, അരി, ഗോതമ്പ് തുടങ്ങി മിക്കവാറും എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും ചെറിയ അളവിൽ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന ഒട്ടുമിക്ക സാധനങ്ങളിലും ചെറിയ അളവിലെങ്കിലും കൊഴുപ്പ് അടങ്ങിയിട്ടുള്ളതാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ കൊളസ്ട്രോളിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഡെയിലി കേൾക്കാറുണ്ട് അല്ലേ, കൊളസ്ട്രോൾ കൂടുതലാണ്, കുറവാണ് എന്നൊക്കെ. കൂടുതലാണെന്നാണ് കൂടുതൽ കേട്ടിട്ടുള്ളത്. അപ്പോൾ അത് കേൾക്കാറുണ്ട്. എന്താണ് കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല എന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് കേട്ടിട്ടില്ലേ? എന്താവും കാരണം? കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, കൊഴുപ്പിൻ്റെ മറ്റൊരു രൂപമാണ് കൊളസ്ട്രോൾ. അപ്പോൾ മിതമായ അളവിൽ കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമാണ്. എന്നാൽ രക്തത്തിൽ കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ അടിഞ്ഞുകൂടുകയും രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഇത് ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ ഗുരുതര പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഇപ്പോൾ അറ്റാക്കൊക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുന്നത് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണം. അടുത്തത് വിറ്റാമിനുകളാണ്. വിറ്റാമിനുകൾ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ശരീരത്തിന്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ചെറിയ അളവിൽ അത്യാവശ്യമുള്ള പോഷകഘടകങ്ങളാണ് വിറ്റാമിനുകൾ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രാധാന്യം നോക്കൂ. ഇവിടെ അച്ഛൻ വന്നിട്ട് പറയാണ്, ഡോക്ടർ, എൻ്റെ മകൻ പല്ല് തേക്കുമ്പോഴും കട്ടിയുള്ള ആഹാര സാധനങ്ങൾ ചവക്കുമ്പോഴും മോണയിൽ നിന്ന് രക്തം വരുന്നു. എന്താണ് കാരണം? അപ്പോൾ ഡോക്ടർ പറയാണ്, മോണയിലെ രക്തസ്രാവം വിറ്റാമിൻ്റെ കുറവ് മൂലമാകാം. മരുന്നിനൊപ്പം വിറ്റാമിൻ സി ധാരാളം അടങ്ങിയ ഭക്ഷണം കൂടി കഴിക്കണം. അപ്പോൾ വിറ്റാമിനുകൾ എയും ബിയും ഒക്കെ ഉണ്ടോ എന്നാണ് ഡോക്ടറെ അടുത്ത് കുട്ടി ചോദിക്കുന്നത്. ഈ കുട്ടിയുടെ സംശയം നിങ്ങൾക്കുണ്ടോ? നിങ്ങളും കേട്ടിട്ടുണ്ടാവില്ലേ, വിറ്റാമിൻ എ, വിറ്റാമിൻ ബി എന്നൊക്കെ പറഞ്ഞിട്ട്. എ, ബി മാത്രമാണോ ഉള്ളത്? അല്ല. എന്താണ്? വിവിധ തരം വിറ്റാമിനുകളുണ്ട്. അതാണ് ഈ ഒരു പട്ടികയിൽ തന്നിട്ടുള്ളത്. ഒന്ന് വിറ്റാമിൻ എ. വിറ്റാമിൻ എ എന്ന് പറയുന്നത് കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ്. വിറ്റാമിൻ ബി എന്ന് പറയുന്നത് തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ്. വിറ്റാമിൻ സി എന്ന് പറയുന്നത് പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ആവശ്യമാണ്. വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ആവശ്യമാണ്. ഇനി വിറ്റാമിൻ ഇ ആണ് നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമാണ്. വിറ്റാമിൻ കെ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൂട്ടുകാർ മനസ്സിലാക്കി വെക്കുക. ഇനി ഇവിടെ 2 ചോദ്യം തന്നിട്ടുണ്ട്. ത്വക്കിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനുകൾ ഏതെല്ലാമാണ്? ഏതൊക്കെയാണ്? വിറ്റാമിൻ എയും വിറ്റാമിൻ ബിയുമാണ്. വിറ്റാമിൻ ഡി ആവശ്യത്തിന് ലഭിച്ചില്ലെങ്കിൽ എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും? അപ്പോൾ വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനാണ് അല്ലേ. അപ്പോൾ എന്താണ്? എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യവും പ്രതിരോധ ശക്തിയും കുറയുകയാണ് അതില്ല എങ്കിൽ ഉണ്ടാവുന്നത്. ഇനി അടുത്തത് വിറ്റാമിൻ ഡിയും ബി കോംപ്ലക്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത്. ചെറിയ അളവിൽ ഭക്ഷണത്തിൽ നിന്നും ഇത് ലഭിക്കുന്നുണ്ട്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഏറ്റവും ആവശ്യമായ ഒരു വിറ്റാമിൻ ആണിത്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ എല്ലുകൾ ദുർബലമായോ മൃദുവായോ മാറുന്ന അവസ്ഥയാണ് കണ അഥവാ റിക്കറ്റ്സ് എന്ന് പറയുന്നത്. വിറ്റാമിൻ ഡി ലഭിക്കുന്നതിനായി സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ്. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യം വേണ്ട ഒരു കൂട്ടം വിറ്റാമിനുകളാണ് ബി കോംപ്ലക്സ്. 8 തരം ബി വിറ്റാമിനുകളുടെ കൂട്ടമാണ് ഇത്. ആരോഗ്യം നിലനിർത്തുന്നതിൽ വിറ്റാമിൻ ബി കോംപ്ലക്സ് നിർണായക പങ്ക് വഹിക്കുന്നു. കോശത്തിന്റെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ വളർച്ച, കാഴ്ചശക്തി, നാഡീപ്രവർത്തനം, ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്കെല്ലാം ബി കോംപ്ലക്സ് ആവശ്യമാണ്. ഇനി വിറ്റാമിനുകളുടെ കുറവ് ഉണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ ഒഴിവാക്കാം ഏതെല്ലാം ഭക്ഷണങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണം? വ്യത്യസ്ത വിറ്റാമിനുകൾ അടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ ഏതെല്ലാമാണെന്ന് ഈ ഒരു പട്ടിക നമ്മൾ പൂർത്തിയാക്കണം. റഫറൻസ് പുസ്തകങ്ങളൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ വിറ്റാമിൻ എ ആണ്. വിറ്റാമിൻ എക്ക് നമ്മൾ മത്സ്യം, ക്യാരറ്റ്, മധുരക്കിഴങ്ങ്, മാങ്ങ ഇതൊക്കെ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അടുത്തതെന്ന് പറയുന്നത് വിറ്റാമിൻ ബി ആണ്. അതിന് മട്ടയരി, അതുപോലെ തന്നെ ചീര, പയർ, ഓട്സ് എന്നിവ ഉൾപ്പെടുത്തണം. വിറ്റാമിൻ സി നെല്ലിക്ക, നാരങ്ങ, ഓറഞ്ച്, തക്കാളി. വിറ്റാമിൻ ഡി മത്സ്യം, മുട്ട, ബട്ടർ, പാല്. വിറ്റാമിൻ ഇ നിലക്കടല, ബദാം, പപ്പായ. ഓക്കെ.
വിറ്റാമിൻ കെ കാബേജ്, കോളിഫ്ലവർ, ഇലക്കറികൾ, ഈത്തപ്പഴം ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് കഴിക്കണം. നിങ്ങളുടെ ഒരു ദിവസത്തെ ഭക്ഷണത്തിൽ ഈ പട്ടികയിലെ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്തുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരിക്കും. ചില കുട്ടികൾക്ക് ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ ഇഷ്ടമുണ്ടാവും, ചിലത് കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. പക്ഷെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം. അവിടെ നമ്മൾ രുചിയോ അല്ലെങ്കിൽ വേറെ ഒന്നോ നോക്കേണ്ട ആവശ്യം ഇല്ല. നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടുന്ന ഭക്ഷ്യയോഗ്യമായ ഇലകൾ, പഴവർഗ്ഗങ്ങൾ എന്നിവയിൽ വിവിധ ഇനം വിറ്റാമിനുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നു. മുരിങ്ങയില, ചീര, പേരക്ക, പപ്പായ, മാങ്ങ തുടങ്ങി വിവിധ ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത ഇപ്പോൾ നമുക്ക് മനസ്സിലായി അല്ലേ? ഇപ്പോൾ വിറ്റാമിൻ ബി, സി എന്നിവ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. എ, ഡി, ഇ, കെ എന്നീ വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കുകയുള്ളൂ. കൊഴുപ്പിൻ്റെ അഭാവത്തിൽ ഈ വിറ്റാമിനുകൾ ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടുകയില്ല. ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ടതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ കൊഴുപ്പില്ല, നമ്മൾ ഒരെണ്ണം മാത്രം കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? അത് നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യില്ല. ഇനി മിനറൽസ് ഇൻ ഫുഡ്, ഭക്ഷണത്തിലെ ധാതുക്കളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു കുട്ടി പറയാണ്, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അയൺ ഗുളിക നൽകും, എല്ലാവരും ഓഡിറ്റോറിയത്തിൽ എത്തേണ്ടതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്കൂളിലെ ഒരു അനൗൺസ്മെൻ്റ് ആണിത്. സ്കൂളിൽ എന്താണ്? കുട്ടികൾക്ക് അയൺ ഗുളിക നൽകുന്നുണ്ട്. എന്തിനാണ് അയൺ ഗുളിക നൽകുന്നത്? അയൺ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ അയൺ എന്ന് പറയുന്നത് ഒരു ധാതുവാണ്, ഒരു മിനറലാണ്. ഇത്തരം ചില ധാതുക്കൾ ശരീരത്തിൻ്റെ ശരിയായ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ്. ഏതൊക്കെ ധാതുക്കളാണ് നമുക്ക് വേണ്ടത്? അപ്പോൾ ഓരോന്നും നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും സഹായമാകുന്നത് എങ്ങനെയെന്നാണ് നമ്മളിവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ധാതുവാണ് അയൺ അഥവാ ഇരുമ്പ് എന്ന് പറയുന്നത്. അതിന് ആവശ്യമായുള്ള ആഹാരം ഇലക്കറികൾ, ശർക്കര, മത്സ്യം, കരൾ. പ്രധാനമായിട്ടും ഇതിൻ്റെ പ്രാധാന്യം എന്താണ്? രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ ഒരു അയണാണ്. അടുത്തത് കാൽസ്യമാണ്. മുട്ട, പാല്, ഇലക്കറികൾ, മത്സ്യം ഇതിൽ നിന്നാണ് ഇത് കിട്ടുന്നത്. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും രക്തം കട്ട പിടിക്കുന്നതിനും സഹായിക്കുന്നത് കാൽസ്യമാണ്. അടുത്തത് അയഡിനാണ്. കടൽ വിഭവങ്ങളിൽ നിന്ന് ലഭിക്കുന്നു. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നത് ഈ ഒരു അയഡിനാണ്. ഇനി ഇവിടെ ചോദ്യമുണ്ട്, രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതു ഏതാണ് കൂട്ടുകാരെ? അയൺ ആണ്. ഓക്കെ, അപ്പോൾ അവിടെ അയൺ ആണ്. ഇത് ലഭിക്കാൻ ഏതൊക്കെ ഭക്ഷണ വസ്തുക്കൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം? ചീര, മുട്ട, അതുപോലെ തന്നെ ഉണങ്ങിയ പഴങ്ങളും ഉൾപ്പെടുത്തണം. ഇനി കടൽ വിഭവങ്ങൾ കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ത്? കടൽ വിഭവങ്ങൾ അയഡിൻ നൽകുന്നതാണ്. അപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നത് ഈ അയഡിനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കടൽ വിഭവങ്ങൾ കഴിക്കണം. ഇനി അടുത്തത് മുട്ട, പാല്, ഇലക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഒഴിവാക്കിയാൽ ഉണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇരുമ്പ്, കാൽസ്യം എന്നിവ കുറയാൻ വേണ്ടി സാധ്യതയുണ്ട്. അടുത്തത് ഹീമോഗ്ലോബിൻ എന്താണെന്നാണ് പറയുന്നത്. ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഇവ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നു. രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നതും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോകുന്നതും ഹീമോഗ്ലോബിനാണ്. രക്തത്തിൽ ഹീമോഗ്ലോബിന് കുറയുന്ന അവസ്ഥയാണ് അനീമിയ എന്ന് പറയുന്നത്. ഓക്കെ, ഹീമോഗ്ലോബിൻ നമ്മുടെ ശരീരത്തിലെ ഓരോന്നും കുറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുന്നതാണ്. അതാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത്, ഡെഫിഷ്യൻസി ഡിസീസസ്, അപര്യാപ്ത രോഗങ്ങൾ. വിറ്റാമിനുകളും ധാതുക്കളും കുറഞ്ഞ അളവിൽ മാത്രമേ ശരീരത്തിന് ആവശ്യമുള്ളൂ എങ്കിലും വേണ്ടത്ര അളവിൽ അവ ലഭ്യമായില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അപര്യാപ്ത രോഗങ്ങൾ ഉണ്ടാകുന്നു. പ്രോട്ടീൻ്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന അപര്യാപ്തത രോഗങ്ങൾ നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയല്ലോ. ഓക്കെ, നമ്മൾ നേരത്തെ മനസ്സിലാക്കിയല്ലേ? ഇനി വിറ്റാമിനുകൾ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വിറ്റാമിൻ എ കുറഞ്ഞു കഴിഞ്ഞാൽ നിശാദന്ത, അതുപോലെ വിറ്റാമിൻ ബി കുറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്റ്റിസ്റ്റിസ് അഥവാ നാവ് വീക്കവും വായിലെ തൊലി പോകുന്ന അവസ്ഥയും ഉണ്ടാകുന്നു. ഓക്കെ, വായ്പുണ്ണും ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. വിറ്റാമിൻ സി കുറഞ്ഞു കഴിഞ്ഞാൽ മോണയിൽ നിന്നുള്ള രക്തസ്രാവം അഥവാ സ്കെർവി ഉണ്ടാകുന്നു. വിറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ കണ ഉണ്ടാകുന്നു. ഇവിടെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഏത് വിറ്റാമിൻ്റെ അഭാവം മൂലമാണ് സ്കെർവി ഉണ്ടാവുന്നത്? വിറ്റാമിൻ സിയുടെ അഭാവം മൂലമാണ്. നിങ്ങളുടെ വീട്ടിലെ ആർക്കെങ്കിലും വായ്പുണ്ണ് വന്നാൽ അവരുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്താൻ നിങ്ങൾ നിർദ്ദേശിക്കും? എന്തൊക്കെയാണ്? മട്ട, അരി, അതുപോലെ തന്നെ ഇലവർഗ്ഗങ്ങൾ, പാലുൽപ്പന്നങ്ങൾ എന്നിവ കൂടുതൽ ഉൾപ്പെടുത്താൻ വേണ്ടി നമ്മൾ പറയും. കാരണം അതൊക്കെ വിറ്റാമിൻ കൂടുതൽ കിട്ടുന്ന ഫുഡ് ഐറ്റംസ് ആണ്. ഇനി ഏത് വിറ്റാമിൻ്റെ കുറവാണ് നിശാദന്തക്ക് കാരണം? ഇതിൻ്റെയാണ് വിറ്റാമിൻ എയുടെ കുറവാണ്. ഇനി അടുത്തത് ഏത് വിറ്റാമിൻ്റെ അഭാവം മൂലമാണ് കണ ഉണ്ടാകുന്നത്? വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമാണ്.
ഇനി അടുത്തത് എന്താണ് നിശാദന്ത അല്ലെങ്കിൽ നൈറ്റ് ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവിയാണ് നമ്മൾ നിശാദന്ത എന്ന് പറയുന്നത്. നിശാദന്ത ഉള്ള ഒരു വ്യക്തിക്ക് പകലും രാത്രിയിലും നല്ല വെളിച്ചത്തിലും കാഴ്ചക്ക് യാതൊരു തകരാറും ഉണ്ടായിരിക്കില്ല. പക്ഷേ എന്താണ്, രാത്രിയിലായിരിക്കും പ്രശ്നം ഉണ്ടായിരിക്കാം. ഈ ധാതുക്കളുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അപര്യാപ്തത രോഗങ്ങൾ ചുവടെ നൽകിയ പട്ടികയിലുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന്, അയൺ കുറഞ്ഞു കഴിഞ്ഞാൽ അനീമിയ അഥവാ വിളർച്ചയുണ്ടാകുന്നു. അയഡിൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഗോയിറ്റർ ഉണ്ടാകുന്നു. കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ഒസ്റ്റിയോപൊറോസിസ് എന്ന രോഗം ഉണ്ടാകുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻസ്, അനീമിയയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ്? അനീമിയാണ്. ഇനി അടുത്തത്, ഗോയിറ്റർ രോഗം ഉണ്ടാകാതിരിക്കാൻ നാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ആഹാര വസ്തുക്കൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. അഥവാ അയോഡൈസ്ഡ് ഉപ്പ്, അയഡിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ, കടൽ മത്സ്യങ്ങൾ, പാലുൽപ്പന്നങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുക. കാരണം തൈറോയ്ഡ് ഗ്രന്ഥി ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ ഇതൊക്കെ ആവശ്യമായിട്ടുള്ളതാണ്. അടുത്തത്, ഓസ്റ്റിയോപെറോസിസ് ഉണ്ടാകാതിരിക്കാൻ ഏതൊക്കെ തരം ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം? എന്തൊക്കെയാണ്? പാല്, ചീസ്, തൈര്, ഇലക്കറികൾ എന്നിവ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. അവസാനത്തേത്, എന്തിനാണ് സ്കൂളിൽ അയൺ ഗുളിക വിതരണം ചെയ്യുന്നത്? എന്തിനാണ്? വിളർച്ച തടയാൻ വേണ്ടിയിട്ടാണ്. അയൺ കുറഞ്ഞു കഴിഞ്ഞാൽ വിളർച്ച, അനീമിയാണ് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അയൺ ഗുളിക സ്കൂളുകളിൽ കൊടുക്കുന്നത്. ഓക്കെ. ഇനി അടുത്തത്, എന്താണ് ഓസ്റ്റിയോപെറോസിസ് എന്നാണ് പറയുന്നത്? അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന അവസ്ഥയാണ് നമ്മൾ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അസ്ഥിക്ഷയം എന്ന് പറയും. എല്ലുകളുടെ ബലക്ഷയം, പൊട്ടൽ എന്നിവയ്ക്ക് ഇത് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അടുത്തത്, എന്താണ് ഗോയിറ്റർ എന്നതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ അയഡിൻ്റെ അഭാവം മൂലം തൊണ്ടയിൽ തൈറോയ്ഡ് ഗ്രന്ഥി വലുതാകുന്ന അവസ്ഥയാണ് സിമ്പിൾ ഗോയിറ്റർ അഥവാ തൊണ്ടമുഴ എന്ന് പറയുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപാദനത്തിന് അയഡിൻ ആവശ്യമാണ്. അപ്പോൾ അയഡിൻ കുറയുമ്പോഴാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാവുന്നത്. ഇനി അടുത്തത്, പോഷകേതര ഘടകങ്ങൾ എന്തൊക്കെയാണ്? പോഷക ഘടകങ്ങളെ പോലെ പ്രധാനപ്പെട്ട മറ്റു ചില ഘടകങ്ങളും നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമാണ്. അവ ഏതൊക്കെയാണ്? നമുക്കറിയാം, വാഴപ്പിണ്ടി മുറിച്ചു നോക്കി അവയിലെ നാരുകൾ നിരീക്ഷിക്കും. നല്ല നാരുള്ള ഒരു സാധനമാണ് വാഴപ്പിണ്ടി എന്ന് പറയുന്നത്. ആഹാരത്തിൽ നാരുകൾ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. നാരുകൾ അഥവാ ഫൈബേഴ്സ് ആണ്. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ സെല്ലുലോസ് ആണ് നാരുക്കൾ പോഷക ഘടകങ്ങളല്ല. എങ്കിലും ദഹനം, വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളൽ എന്നിവ സുഗമമാക്കുന്നത് നാരുക്കളാണ്. തവിട് അടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ പിണ്ടി, വാഴക്കൂമ്പ് തുടങ്ങിയവയിൽ ധാരാളം നാരുക്കൾ അടങ്ങിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നാരുക്കൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. അച്ഛനോടും അമ്മയോടും ചോദിച്ച് വാഴയുടെ പിണ്ടിയോ കൂമ്പോ ഉപയോഗിച്ച് നിങ്ങളുടെ വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷ്യവിഭവങ്ങൾ ഏതെല്ലാമാണെന്ന് മനസ്സിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ഇനി ഇവിടെ അടുത്തതായിട്ട് നോക്കൂ. ഇവിടെ മാമ്പഴത്തിൻ്റെയും മാമ്പഴ ജ്യൂസിൻ്റെയും ഇതിൻ്റെ രണ്ടിൻ്റെയും ചിത്രമാണ് തന്നിട്ടുള്ളത്. മാമ്പഴ കഷ്ണങ്ങളും അരിച്ചെടുത്ത മാമ്പഴ ജ്യൂസും ശ്രദ്ധിച്ചില്ലേ? ഏതിലാണ് കൂടുതൽ നാരുക്കൾ ഉണ്ടാവുക? എന്തുകൊണ്ട്? ഏതിലായിരിക്കും കൂട്ടുകാരെ? മാമ്പഴത്തിലായിരിക്കും കൂടുതൽ നാരുക്കൾ ഉണ്ടായിരിക്കുക. മാമ്പഴ ജ്യൂസിൽ എന്താണ്, നമ്മൾ നാരുക്കളൊക്കെ അരിച്ചു കളയുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണം എന്ന് പറയുന്നത് മാമ്പഴമാണ്, ഒരിക്കലും മാമ്പഴ ജ്യൂസ് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഓറഞ്ച്, ആപ്പിൾ തുടങ്ങിയ പഴവർഗ്ഗങ്ങൾ ജ്യൂസ് രൂപത്തിലാക്കാതെ കഴിക്കാൻ ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. അടുത്തത്, ജലം. ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ആഹാരത്തെ കുറിച്ചിട്ടായിരുന്നു അല്ലേ? നമ്മുടെ ശരീരത്തിൻ്റെ 70% ജലമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ദഹനം, രക്തചംക്രമണം, വിസർജനം തുടങ്ങിയ വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണ്. മൂത്രം, വിയർപ്പ് മുതലായവയിലൂടെ ശരീരത്തിൽ നിന്ന് ജലനഷ്ടം ഉണ്ടാകുന്നു. അതിനാൽ ധാരാളം ശുദ്ധജലം നമ്മൾ കുടിക്കണം. കുട്ടികൾ ഒരു ദിവസം 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കേണ്ടതുണ്ട്. തക്കാളി, വെള്ളരി, തണ്ണിമത്തൻ തുടങ്ങിയ പച്ചക്കറികളിൽ ധാരാളം ജലം അടങ്ങിയിരിക്കുന്നു. ഇവയും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അടുത്തത്, നമ്മൾ സമീകൃത ആഹാരം അഥവാ ഒരു ബാലൻസ്ഡ് ഡയറ്റ് നമുക്ക് ആവശ്യമാണ് അല്ലേ? ആരോഗ്യം നിലനിർത്തുന്നതിന് നിശ്ചിത അളവിൽ പ്രോട്ടീന്, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ അടങ്ങിയിരിക്കുന്ന ഭക്ഷണക്രമമാണ് നാം ശീലിക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഭക്ഷണക്രമമാണ് സമീകൃത ആഹാരം എന്ന് പറയുന്നത്. മുമ്പ് ചർച്ച ചെയ്ത എല്ലാ പോഷക ഘടകങ്ങളും മതിയായ തോതിൽ അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം ഉണ്ടോ? ഇല്ല അല്ലേ? എല്ലാ ഭക്ഷണത്തിലും 1-2 മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ബാക്കിയുള്ള ഭക്ഷണവും നമ്മൾ കഴിക്കേണ്ടത് അത്യാവശ്യമാണ്.
അപ്പോൾ ഒരു ഭക്ഷ്യവസ്തുവിൽ പോഷക ഘടകത്തിൽ ഉണ്ടാകുന്ന കുറവ് മറ്റൊരു ഭക്ഷണത്തിലൂടെയല്ലേ നാം നികത്തുന്നത്. അങ്ങനെയാണെങ്കിൽ നാം കഴിക്കുന്ന ഭക്ഷണം വൈവിധ്യമുള്ളതായിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ ഒരു ദിവസം ആഹാരം പട്ടികപ്പെടുത്തിയല്ലോ. എല്ലാ പോഷക ഘടകങ്ങളും ഉൾപ്പെട്ട സമീകൃത ആഹാരമാണോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. അപ്പോൾ ഇവിടെ നോക്കൂ, എന്തൊക്കെയാണ് നമ്മൾ പ്രഭാത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്, ഉച്ചഭക്ഷണത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം, രാത്രി എന്തൊക്കെ ഉൾപ്പെടുത്തണം. അപ്പോൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിങ്ങൾ എന്തൊക്കെയാണോ ഉൾപ്പെടുത്തേണ്ടത് എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. എന്നിട്ടൊന്ന് ഒരു ചാർട്ട് നിങ്ങൾ തയ്യാറാക്കുക. അപ്പം എൻ്റെ ഫുഡ് പ്ലേറ്റ് നാം ചർച്ച ചെയ്ത പോഷക ഘടകങ്ങളിൽ ഒരു ഘടകവും ഒഴിവാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായല്ലോ. എല്ലാ പോഷക ഘടകങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മാതൃകയാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ചിത്രത്തിൽ നോക്കൂ കൂട്ടുകാരെ, ഇവിടെ എന്തൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ പഴങ്ങൾ അല്ലെ, 100 ഗ്രാം പഴങ്ങളാണ്. പച്ചക്കറികൾ 400 ഗ്രാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പയറുവർഗ്ഗങ്ങളുണ്ട്, അതുപോലെ തന്നെ പാല്, അണ്ടിപ്പരിപ്പുകൾ, കൊഴുപ്പുകൾ, ധാന്യങ്ങൾ. ഇങ്ങനെയായിരിക്കണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത്. ഇതൊരു ഫുഡ് പ്ലേറ്റിൻ്റെ മാതൃകയാണ്. നിങ്ങളുടെ ആഹാര രീതി അനുസരിച്ച് എല്ലാ പോഷക ഘടകങ്ങളും ഉൾപ്പെടുന്ന വിധം ഒരു ദിവസത്തെ ഭക്ഷണത്തിൻ്റെ ചാർട്ട് നിങ്ങൾ തയ്യാറാക്കി നോക്കുക. ഓക്കെ, അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഉള്ളത് എന്തൊക്കെയാണ് നിങ്ങൾ കഴിക്കുന്നത്, അരി കഴിക്കുന്നുണ്ട്, വേറെ എന്തൊക്കെ ഭക്ഷണമാണ് കഴിക്കുന്നത് എന്നവിടെ എഴുതുക. കൊഴുപ്പുള്ളത് നെയ്യ്, മത്സ്യം, അതുപോലെ തന്നെ പാല് എന്നിവ കഴിക്കുന്നുണ്ടോ. വിറ്റാമിൻ നെല്ലിക്ക, പപ്പായ, മാങ്ങ അത്തരത്തിലുള്ള സാധനങ്ങൾ കഴിക്കുന്നുണ്ടോ. ധാതുക്കളുള്ളത് ഇലക്കറികൾ തുടങ്ങിയവ കഴിക്കുന്നുണ്ടോ. പ്രോട്ടീൻ ചെറുപയർ, അതുപോലെ തന്നെ മാംസം, മത്സ്യം, പനീർ അങ്ങനെ തുടങ്ങിയ സാധനങ്ങളൊക്കെ നിങ്ങൾ കഴിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി വരച്ചു നോക്കുക. ഓക്കെ, ഇനി ഉച്ചഭക്ഷണവും കലോറിയും. സ്കൂൾ ഉച്ചഭക്ഷണത്തിന് 5 ദിവസത്തെ മെനു പരിശോധിക്കൂ. അതിൽ എന്തെല്ലാം വിഭവങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വിഭവങ്ങൾ, പോഷക ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഈ ഒരു ലിസ്റ്റ് തയ്യാറാക്കി നോക്കുക. ഇനി കലോറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണത്തിലെ ഊർജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റാണ് കലോറി എന്ന് പറയുന്നത്. ശ്വസനം, രക്തചംക്രമണം തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് ഊർജം ആവശ്യമാണ്. ശാരീരിക അധ്വാനമുള്ള ഒരു പുരുഷന് പ്രതിദിനം ശരാശരി 1900 മുതൽ 2400 കലോറി ഊർജം ആവശ്യമാണ്. ശാരീരിക അധ്വാനമുള്ള ഒരു സ്ത്രീക്ക് പ്രതിദിനം 1600 മുതൽ 2000 കലോറി വരെ ഊർജം ആവശ്യമാണ്. ഒരു മുതിർന്ന കുട്ടിക്ക് പ്രതിദിനം 1200 മുതൽ 1400 കലോറി വരെ ഊർജം ആവശ്യമാണ്. അപ്പോൾ ഉച്ചഭക്ഷണത്തിൽ ഏകദേശം 750 കലോറി ഊർജം ലഭിക്കുന്നുണ്ട്. അപ്പോൾ മറ്റു നേരങ്ങളിലെ ഭക്ഷണം കൂടെ നമ്മൾ ശരിയായ രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കലോറി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഉച്ചഭക്ഷണം മെച്ചപ്പെടുത്തുന്നതിനായി ചിലവ് കുറഞ്ഞതും പോഷക സമൃദ്ധവുമായ വിഭവങ്ങൾ നിർദ്ദേശിക്കാമോ? എന്തൊക്കെ ചെയ്യാൻ നമുക്ക്? സാമ്പാറും ചോറും അല്ലേ, സാമ്പാറിൽ ഒരുപാട് പച്ചക്കറികളുണ്ട്, അതുപോലെ തന്നെ പരിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് മിനറൽസും അതുപോലെ തന്നെ പ്രോട്ടീനും കൊഴുപ്പും എല്ലാം നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തോരനും ചോറും, അവിയലും ചോറും ഒക്കെ ഇത്തരം വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കാൻ എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ പച്ചക്കറി തോട്ടം ഉണ്ടാക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അടുത്തത് പോഷക മൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ആഹാരം പാകം ചെയ്യുമ്പോൾ എങ്ങനെയെല്ലാമാണ് പോഷക മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നത്? ഒന്ന്, പച്ചക്കറി മുറിച്ചതിന് ശേഷം കഴുകുമ്പോൾ നഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ തുറന്നു വെച്ച് ആഹാരം പാചകം ചെയ്യുമ്പോഴും നഷ്ടപ്പെടുന്നുണ്ട്. അമിതമായിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പച്ചക്കറികളൊക്കെ ചിലത് നമ്മൾ നുറുക്കുന്നതിന് മുന്നേ ഒരുപാട് നേരം വെള്ളത്തിൽ ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല, ഒരു മിതമായ രീതിയിൽ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ അതുപോലെ തന്നെ മീൻ, മാംസം അതൊന്നും കുറേ നേരം നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കാൻ പാടില്ല. പഴങ്ങളും പച്ചക്കറികളും മുറിച്ചതിന് ശേഷം കഴുകാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം? കാരണം അതിൻ്റെ പോഷകങ്ങൾ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ആരോഗ്യത്തോടെ വളരാൻ പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കേണ്ടതിൻ്റെ ആവശ്യം നിങ്ങൾ മനസ്സിലായല്ലോ. പോഷക സമൃദ്ധമായ ആഹാരം ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി നമുക്കിതിലെ പ്രവർത്തനമാണ് നോക്കാനുള്ളത്. ഓക്കെ, വിലയിരുത്താം. പോഷക ഘടകങ്ങളും അവ കൂടുതലായി അടങ്ങിയിരിക്കുന്ന ആഹാര വസ്തുക്കളും തന്നിരിക്കുന്നു. ശരിയായ രീതിയിൽ വരച്ചു ചേർക്കണം. ഒന്ന്, കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് എന്തിൽ നിന്നാണ് ലഭിക്കുന്നത്? നമുക്ക് ധാന്യങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത്. നമുക്കൊന്ന് വരച്ചു ചേർക്കാം. ധാന്യങ്ങളിൽ നിന്നാണ് കാർബോഹൈഡ്രേറ്റ് ലഭിക്കുന്നത്. ധാതുക്കൾ ലഭിക്കുന്നത് എവിടെ നിന്നാണ് കൂട്ടുകാരെ? ധാതുക്കൾ ഇലക്കറികളിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇനി കൊഴുപ്പ് ലഭിക്കുന്നതോ? കൊഴുപ്പ് ലഭിക്കുന്നത് എണ്ണയിൽ നിന്നാണ്. കൊഴുപ്പ് എണ്ണകൾ. പ്രോട്ടീൻ ലഭിക്കുന്നത് പയറുവർഗ്ഗങ്ങൾ, മുട്ട ഇതിൽ നിന്നുമാണ് ലഭിക്കുന്നത്. രണ്ടാമത്തത്, അയഡിൻ അടങ്ങിയ ആഹാരം കഴിക്കാത്ത ഒരു വ്യക്തിക്ക് വരാവുന്ന ആരോഗ്യ പ്രശ്നം എന്താണ്? നിഷാദ് എന്താ? കണ, വിളർച്ച, ഗോയിറ്റർ. എന്താണ്? ഗോയിറ്ററാണ് വരാവുന്നത്. ഓക്കെ, മൂന്നാമത്തത്, നാരുകളെ ദഹിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിന് കഴിയില്ല. പിന്നെ എന്തിനാണ് നാരുകളുള്ള ആഹാരം കഴിക്കണമെന്ന്
പറയുന്നത്. അപ്പൊ എന്തിനാണെന്ന് നമ്മൾ പഠിച്ചതാണല്ലേ. അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം. ദഹിപ്പിക്കാൻ കഴിയാത്ത ഒരു സെല്ലുലോസ് ആണ് നാരുകൾ എന്ന് പറയുന്നത്. ഇതെന്താണ്? ഒരു പോഷക ഘടകമല്ല, എങ്കിലും ദഹനം, വൻകുടലിലൂടെ വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളൽ എന്നിവ സുഗമമാക്കുന്നത് നാരുകളാണ്. അതിനാൽ നാരുകൾ അടങ്ങിയ ഭക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. 4-ാമത്തേതാണ്. പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏത് പോഷക ഘടകമാണ് വേണ്ടത്? ഈ പോഷക ഘടകം നമുക്ക് ഏതൊക്കെ ആഹാര വസ്തുക്കളിൽ നിന്ന് ലഭിക്കും? പല്ലിൻ്റെ ആരോഗ്യത്തിന് നമുക്ക് വേണ്ടത് ഏതാണ്? പല്ല്, എല്ല് എന്നിവയുടെ ആരോഗ്യത്തിന് നമുക്ക് വേണ്ടത് കാൽസ്യമാണ്. ഓക്കെ, കാൽസ്യമാണ്. അപ്പോൾ കാൽസ്യത്തിനായിട്ട് നമ്മൾ മുട്ട, പാല്, ഇലക്കറികൾ, മത്സ്യം എന്നിവ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തണം. 5-ാമത്തേത്. ടീച്ചർ ഇന്ന് അയൺ ഗുളിക തന്നു, പക്ഷേ ഞാനത് കഴിച്ചില്ല. അരുണ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? യോജിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ യോജിക്കുന്നില്ല. കാരണം അയൺ ഒരു ധാതുവാണ്. ചില ധാതുക്കൾ ശരീരത്തിൻ്റെ ശരിയായ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് നമ്മൾ ആ അയൺ ഗുളിക കഴിക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ആവശ്യമാണ്. 6-ാമത്തേത്. വിറ്റാമിനുകളും ധാതുക്കളും നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിലല്ലേ ആവശ്യമുള്ളൂ. അതിനാൽ അവ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ കുറച്ചു മാത്രം ഉൾപ്പെടുത്തിയാൽ മതി. ഒരു കുട്ടിയുടെ അഭിപ്രായമാണത്. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ഇതിനോട് യോജിക്കുന്നില്ല. കാരണം എന്താണ്? വിറ്റാമിനുകളും ധാതുക്കളും വേണ്ടത്ര അളവിൽ ലഭ്യമായില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അപര്യാപ്തത രോഗങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾ കുറച്ചധികം കൂടുതൽ കഴിക്കുന്നത് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് തുടർ പ്രവർത്തനമാണ് നോക്കാനുള്ളത്. വീട്ടിലുണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു ഭക്ഷ്യവിഭവത്തിൻ്റെ പാചകക്കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. 2-ാമത്തേത്. വീട്ടുപരിസരത്ത് നിന്ന് ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് ഒരു സമീകൃത ആഹാര ചാർട്ട് തയ്യാറാക്കുക. 3. കടകളിൽ നിന്നും വാങ്ങുന്ന പാക്കറ്റ് ഭക്ഷണം നിരീക്ഷിച്ച് പോഷക ഘടകങ്ങൾ കണ്ടെത്തി ഒരു കുറിപ്പ് തയ്യാറാക്കുക. 4. ആഹാരവും ആരോഗ്യവും എന്ന വിഷയത്തിൽ ക്ലാസ്സിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തുടർ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം. ഇനി 2-ാമത്തെ പാഠഭാഗവുമായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.